ഇന്നും ഗ്രീൻ ഹെവനിൽ തന്നെയാണ്. ഗ്രീൻ ഹെവനിൽ ഇന്നും ഒരു ഗസ്റ്റ് ഉണ്ട്. തൊട്ടടുത്തുനിന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അങ്ങാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ കുറേ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഹായ്, ഗുഡ് മോർണിംഗ്. ഒന്ന് പരിചയപ്പെടുത്തിയേ. ഞാൻ അനു. ഇവർ രണ്ടുപേരും കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം ഏകദേശം എത്ര 1,00,000-നടുത്ത ആളുകൾ കണ്ടു അല്ലേ? എല്ലാ വീഡിയോയും കൂടെ 2-3 ലക്ഷം ആൾക്കാർ കണ്ടു, ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട്. നമ്മുടെ ബൊഗൻവില്ലയാണ് അതിലെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന താരം. അതിനേക്കാൾ ഉപരിയായിട്ട് താരമായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? വീടായിരുന്നു. ആ വീട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ആ വീടിന് ഞങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി. വീട് പൊളിച്ചു. അതെ, പൊളിച്ചത് എന്തിനാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ആ വീടിനെ കുറിച്ചായിരുന്നു. ഞാനും പറഞ്ഞത് ആ വീടിനെ കുറിച്ചായിരുന്നു. പുതിയ കുറച്ചുകൂടെ ഗാർഡൻ ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വീട് പണിത് ഗാർഡൻ നന്നായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി ആക്കിയതായിരുന്നു. എനിക്ക് താമസിച്ച വീട് ഇഷ്ടപ്പെട്ടു, അതെടുത്തു. ഈ വീട് പൊളിക്കുകയും ചെയ്തു, വേറൊരു വീട് എടുക്കുകയും ചെയ്തു. ശരിക്കും ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ആ വീട് പൊളിക്കണ്ടായിരുന്നു. പക്ഷെ ആ വീട് ഇപ്പൊ അതുകൊണ്ട് ആ വീഡിയോ കൊണ്ട് എന്താണ് ഇപ്പൊ ഒരു ഉപകാരമുള്ളത്? ആ വീഡിയോ ഞങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 വട്ടമേലും കാണാറുണ്ട്. ആ വീടും ചുറ്റുവട്ടം കാണാൻ വേണ്ടി. അപ്പൊ അതിന് എന്തായാലും എന്നോട് കടപ്പെട്ടിട്ടില്ലേ? ഓരോ തവണ നമ്മൾ ഓർക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഗ്രീൻ ഹെവൻ നേരിട്ട് കാണാൻ വേണ്ടി വന്നത്. കണ്ടിട്ടുള്ള അഭിപ്രായം എന്താന്ന് പറഞ്ഞു? കണ്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞ വളരെ മനോഹരമായിട്ട്, വളരെ കുറഞ്ഞ സ്ഥലത്ത് അത്രയും ചെടികൾ എത്ര മനോഹരമായിട്ട് വെക്കാവോ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ഇനി മാറ്റം വരുത്താൻ പറഞ്ഞോ? ചെടികൾ ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാലോ. ഇല്ല, അങ്ങനെ മാറ്റം വരുത്താനുണ്ടായിരുന്നു തോന്നില്ല. പിന്നെ എന്നാ പറയണ്ടേ, ഷെനിലിന്റെ ആ ഒരു സമയം വെച്ചിട്ട് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെ വലിയ കാര്യമാണ്. ആണല്ലേ? സ്വന്തം വീണ്ടും ഞാനിത് കണ്ടിട്ട് ഇപ്പൊ തന്നെ വണ്ടടിച്ചിട്ടുള്ളൂ. ഇത്രയും ചെടികൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു 5 പ്രാവശ്യം ആള് പറഞ്ഞു കേട്ടോ എന്നോട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ 4-5 പ്രാവശ്യം പറഞ്ഞു ഇത് എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. തന്നെ ഞങ്ങൾ തന്നെ നനക്കണേൽ അത്ര നമ്മള് ഷെയർ ഇട്ടാ നമ്മുടെ ചെടി നനയ്ക്കുന്നത്. ഇപ്പം ഒരു വശം ഒരാള് മറ്റേ വശം കുറച്ച് ചെടിയുള്ളൂ. വീടിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അത് കൂടെ കുറെ അനുവിന്റെ പാട്ടുണ്ടായിരുന്നല്ലോ. ഓ അതെ, പാട്ടിനെ കുറിച്ചും കുറെ ആൾക്കാർ കമന്റ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് പേര് കാണും ചെയ്തു. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് കമന്റ് വന്നിരുന്നു അല്ലേ? രണ്ടുപേര് പാടുന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും പുതിയ വീടും പുതിയ ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. എപ്പോഴത്തേക്ക് വരാനാ പറഞ്ഞ? ഒരു ജനുവരി ഫെബ്രുവരിയിലേക്ക് എല്ലാം സെറ്റ് ആകുമായിരിക്കും. അപ്പോൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.